Hi dear students, welcome back to Office Automation Tools. Office Automation Toolsന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് വേർഡ്, ആ വേർഡിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് വേർഡ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ സിലബസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച്, ആ ഒരു ചാപ്റ്റർ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ പോയിട്ട് അതിൽ നിന്നും ആപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് പിന്നെ വിൻഡോ ബട്ടൺ അമർത്തിയതിന് ശേഷം, കീബോർഡിൽ ജസ്റ്റ് വിൻഡോ ബട്ടൺ അമർത്തിയതിന് ശേഷം നമ്മൾ MS വേർഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പിൽ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഉണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ ഒക്കെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു വിൻഡോ നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിൻഡോയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്, എന്തൊക്കെയാണ് ആ വിൻഡോയിൽ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഒരു വിൻഡോ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. സോ ഇതിലെ വിൻഡോകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിൽ വരുന്ന കണ്ടന്റുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സൈഡിലായിട്ട് നമുക്കിവിടെ ഇതിൻ്റെ ടൈറ്റിൽ ബാർ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ക്ലോസ് ബട്ടൺ കാണാൻ കഴിയും. അതുപോലെ തന്നെ റീസ്റ്റോർ ഡൗൺ ഉണ്ട്, അതായത് നമുക്ക് മാക്സിമൈസ് ചെയ്യാനും അൺമാക്സിമൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മിനിമൈസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും, നമുക്കിവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിന് താഴെ ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ടാബുകൾ, ഇതിനൊക്കെ ടാബ് എന്നാണ് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ടാബുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് ടൂളുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പിന്നെ ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ് തയ്യാറാക്കുന്ന സമയത്ത് വിവിധങ്ങളായിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ഇപ്പോൾ ഇത് ഫോണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പാരഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ക്ലിപ്പ് ബോർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കട്ട്, കോപ്പി, പേസ്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൂളുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ ഓരോ ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഹോം ടാബാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള. ഈ ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ഒരുപാട് ഓപ്ഷൻസ് കാണാൻ കഴിയും. അതുപോലെ തന്നെ പേജ് ലേഔട്ട്, അതുപോലെ തന്നെ റെഫറൻസ്, മെയിലിംഗ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പിന്നെ ഇത്തരത്തിലുള്ള ടാബുകളും, അതുപോലെ തന്നെ ടാബുകളിൽ ഒരുപാട് ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഓപ്ഷൻസും അല്ലെങ്കിൽ പിന്നെ കമാൻഡുകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു പോർഷന് നമ്മൾ പറയപ്പെടുന്ന പേര് റിബൺ എന്നുള്ളതാണ്. റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനെയാണ് നമ്മളിവിടെ റിബൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 8 ടാബുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, അതുപോലെ തന്നെ മെയിലിംഗ്, റിവ്യൂ, വ്യൂ, ഇങ്ങനെ ഈ 8 ടാബുകൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ റിബൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റിബണിൽ 8 ടാബുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. ടാബുകൾ നമുക്ക് ഇതിലേക്ക് ഇനിയും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ 1 by 1 ആയിട്ട് പറയുന്നുണ്ട്. ഇനി അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, റിബൺ എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഈ ടാബുകൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ ഒരു റിബൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ റിബൺ എന്ന് പറയുമ്പോൾ, സോ ഞാൻ ഇതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ പാനൽ ഓഫ് ദ ടോപ്പ് പോർഷൻ ഓഫ് ദ ഡോക്യുമെന്റ്. നമ്മുടെ ഡോക്യുമെന്റ് ഏറ്റവും ടോപ്പ് പാനലിലെയാണ്, ടോപ്പ് ഭാഗത്തായിട്ട് വരുന്ന പാനലിനെയാണ് റിബൺ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 8 ടാബുകളാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഫയൽ ടാബ്, ഇതിൻ്റെ ഹോം ടാബ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ടൈറ്റിൽ ബാർ, നമ്മുടെ ഡോക്യുമെന്റിന്റെ ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ അതിവിടെ കാണിക്കും. അതുപോലെ തന്നെ റൂളേഴ്സ് ഉണ്ട്, ഹെൽപ്പ് ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഡയലോഗ് ബോക്സ് ലോഞ്ചർ, നമുക്ക് ആ ഓരോ ഗ്രൂപ്പ്, ഇപ്പോൾ ഫോണ്ട് ഗ്രൂപ്പാണ്, ഫോണ്ട് ഗ്രൂപ്പിന്റെ ഏറ്റവും താഴെയായിട്ട് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ട്. ആ ഐക്കണിനെയാണ് ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് കാണാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് റിബൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിബൺ കണ്ടെയ്ൻസ് കമാൻഡ്സ് ഓർഗനൈസ്ഡ് ഇൻ 3 കോമ്പണൻസ്. പ്രധാനമായിട്ടും റിബണിൽ 3 കാര്യങ്ങളാണ്, 3 കോമ്പണൻസ് ആണ് ഉൾക്കൊള്ളുന്നത്. ടാബ്സ്, അതുപോലെ തന്നെ ഗ്രൂപ്പ്സ്, കമാൻഡ്സ്. ടാബ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു 8 ടാബുകൾ പ്രധാനമായിട്ടുണ്ട്. അതിന് കൂടാതെ നമുക്ക് ടാബുകളെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഓരോ ടാബുകളിലും ഒരുപാട് ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ്, ഒരുപാട് ടൂളുകളാണ് ഉൾപ്പെടുന്നത്. ഈ ടൂളുകളെ നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട്, കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഈ ടാബുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കമാൻഡ്
കമാൻഡ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, കമാൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഈ വേർഡിൽ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട ചില ഓപ്ഷൻസ് അല്ലെങ്കിൽ ചില ടൂളുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമാൻഡ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കമാൻഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പുകളെല്ലാം ഓരോ ടാബുകളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ 3 കോമ്പോണൻസ് ആണ് ഒരു റിബണിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഇത് നെക്സ്റ്റ് കസ്റ്റമൈസ് ദി റിബൺ. ഈ റിബണ് എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇതിലെ ടാബുകൾ ഇൻസേർട്ട് ചെയ്യാം, പുതുതായിട്ടുള്ള ടാബുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് നമുക്ക് പുതുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. സോ നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ റിബൺ കസ്റ്റമൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ സ്റ്റെപ്പ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പായിട്ട് എക്സാമിനൊക്കെ നിങ്ങൾക്കത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ എഴുതേണ്ടി വരിക. ഓക്കെ, സോ ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്കിവിടെ കാണാൻ കഴിയും, ഒരു ചെറിയൊരു ഐക്കൺ ഇവിടെ കാണാൻ കഴിയും. മിനിമൈസ് ദ റിബൺ എന്നുള്ളതാണ് ഈ ഒരു ഐക്കൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിബണെ നമുക്ക് മിനിമൈസ് ചെയ്യാം. നമുക്ക് കൂടുതൽ വർക്ക് ഏരിയ നമുക്ക് കിട്ടുന്നതാണ്. കൂടുതൽ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ സ്പേസ് കിട്ടുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ആവശ്യമെങ്കിൽ അത് മിനിമൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമൈസ് ദ റിബൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ നമ്മുടെ മുമ്പിലേക്ക് വരും. ആ വിൻഡോയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് നമ്മുടെ റിബണെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ റിബണിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള മെയിൻ ടാബുകൾ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ ബോക്സിൽ നമുക്ക് കാണാൻ കഴിയും. ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട അതിലെ ടാബുകളെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഏതെങ്കിലും ടാബുകൾ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ടുള്ള ടാബുകളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂ ടാബ്, പുതിയൊരു ടാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂ ടാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ടാബ് ക്ലിക്ക്, അതിൽ ന്യൂ ടാബ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയൊരു ടാബ് വരുന്നതായിട്ട് കാണാൻ കഴിയും. സോ ഇവിടെ നമുക്ക് ഇതിന്റെ നെയിം റീനെയിം ചെയ്യാവുന്നതാണ്. റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ നമുക്ക് റീനെയിം ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് വേർഡ് എന്നുള്ള ഒരു നെയിമാണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വേർഡ് എന്ന് പറയുന്ന ഒരു ടാബ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ടാബിൽ നമുക്കറിയാം പുതുതായിട്ടുള്ള ഗ്രൂപ്പുകൾ നമുക്ക് ആവശ്യമാണ്. സോ ന്യൂ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, അത് നമുക്ക് റീനെയിം ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ABC എന്ന് നൽകുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് റീനെയിം ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ പുതുതായിട്ടുള്ള കണ്ടന്റുകൾ ആഡ് ചെയ്യുകയാണ്. ഞാൻ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഹൈപ്പർ ലിങ്ക് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ABC എന്ന് പറയുന്ന ഗ്രൂപ്പിൽ, അതായത് വേർഡ് എന്ന് പറയുന്ന ടാബിൽ ABC എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ടാബിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വേർഡ് എന്ന് പറയുന്ന പുതിയൊരു ടാബ് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് ABC എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ റിബണിലേക്ക് പുതുതായിട്ടുള്ള ടാബുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതിന്റെ സ്റ്റെപ്പ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു പോർഷനാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പുതുതായിട്ടുള്ള കണ്ടന്റുകൾ, നമുക്ക് പുതുതായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ടൂളുകളെ നമുക്ക് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക സേവ്, അതുപോലെ തന്നെ അൺഡു, റീഡു, ഈ 3 ഓപ്ഷനാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ജസ്റ്റ് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും 3 ഓപ്ഷൻസ്, സേവ്, അൺഡു, റീഡു. ഇതാണ് ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് പുതുതായിട്ടൊന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഞാൻ ഇമെയിൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമെയിൽ പുതുതായിട്ട് ആഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ബാക്ക് സ്റ്റേജ് വ്യൂ എന്നുള്ളതാണ്. ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയുന്നത് 2010 വേർഷനിൽ വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഫയൽ ടാബ് കാണാൻ കഴിയും. ഫയൽ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഈ ഒരു പോർഷൻ, ഈ ഒരു ഏരിയയാണ് നമ്മൾ ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും സേവ്, സേവ് ആസ്, ഓപ്പൺ, അതുപോലെ തന്നെ ക്ലോസ്, ഇൻഫോ, റീസെന്റ്, ന്യൂ, പ്രിന്റ്, സേവ് ആൻഡ് സെൻഡ്, ഹെൽപ്പ്, ഓപ്ഷൻസ്, എക്സിറ്റ്, അല്ലെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഓപ്ഷൻസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ ബാക്ക് സ്റ്റേജ് വ്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും ദ ബാക്ക് സ്റ്റേജ് വ്യൂ ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ന്യൂ ഡോക്യുമെന്റ്സ്, സേവിങ് ആൻഡ് ഓപ്പണിംഗ് ഡോക്യുമെന്റ്സ്, പ്രിന്റിംഗ് ആൻഡ് ഷെയറിംഗ് ഡോക്യുമെന്റ്സ് ആൻഡ് സോ ഓൺ. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏരിയയാണ് ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയുന്നത്. ഗെറ്റിംഗ് ടു ബാക്ക് സ്റ്റേജ് വ്യൂ ഈസ് ഈസി, ജസ്റ്റ് ക്ലിക്ക് ദ ഫയൽ ടാബ്, ലൊക്കേറ്റ് ഇൻ ദി അപ്പർ ലെഫ്റ്റ് കോർണർ ഓഫ് ദി വേർഡ് റിബൺ. അപ്പോൾ ആ റിബണിൻ്റെ ഏറ്റവും ലെഫ്റ്റ് ആയിട്ട് നമുക്ക് കാണുന്ന ഈ ഫയൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക് സ്റ്റേജ് വ്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് റൂളേഴ്സ് ആണ്. റൂളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിൽ പ്രധാനമായിട്ടും 2 റൂളേഴ്സ് ആണ് വരുന്നത്. ഹൊറിസോണ്ടൽ റൂളറും ഉണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ റൂളറും ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു പേജിന്റെ സൈസും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി, സൈസൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റൂളേഴ്സ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ടോപ്പിൽ നമുക്കിവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു റൂളർ ഉണ്ട്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും 1, 2, 3 അതിന്റെ ആ ഒരു സൈസ്, നമ്മുടെ പേജ് എത്ര സൈസ് ഉണ്ട്, അതിൽ എത്ര സൈസിലാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് സൈസ് മുതലാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ റൂളർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് ഈ ഒരു പേജിന്റെ ആ ഒരു പൊസിഷനും അതുപോലെ തന്നെ പേജിന്റെ ആ ഒരു സൈസും ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി റൂളേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഒരു വേർഡ്, അല്ലെങ്കിൽ വേർഡിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ്, റിബൺ എന്താണ്, അതുപോലെ തന്നെ റൂളേഴ്സ് എന്താണ്, ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ നമുക്ക് റിബൺ കസ്റ്റമൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കസ്റ്റമൈസ് ചെയ്യാം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ബാക്കി വരുന്ന കാര്യങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ പുതിയ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ പുതിയ ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.